നല്ല മഴ പെയ്യാണല്ലേ. നല്ല ഒരു മഴ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഭഗവാന്റെ കാര്യം ഓർമ്മ വരുന്നത് ആ കുചേലൻ്റെ കൂടെ സുധാമാവിൻ്റെ കൂടെ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ ആ കൊടുംമഴയത്ത് കാട്ടിൽ കുടുങ്ങിപ്പോയില്ലേ. ഭഗവാന്റെ കൂടെ ആ മരത്തിന് മുകളിൽ കയറി ഇരുന്നിട്ട് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയ ആ ഒരു കഥയില്ലേ. എന്തൊരു മനോഹരമായിട്ടുള്ള, എന്തൊരു നല്ല സൗഹൃദമാണല്ലേ. അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം ചെയ്ത് എത്ര ആളുകളുണ്ട് ഇപ്പോൾ ഈ ലോകത്ത്. കപടതയാണ് എല്ലാവിടെയും ഉള്ളതല്ലേ. ഏറ്റവും നല്ല സൗഹൃദം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. ഇപ്പോൾ രാത്രി 10 മണിയാവാറായില്ലേ. തൃപ്പുകയൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരിൽ കണ്ണൻ ഉറങ്ങാൻ തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ കണ്ണൻ്റെ കൂടെ നമ്മളും അങ്ങോട്ട് ഉറങ്ങുക കേട്ടോ. സമാധാനമായിട്ട് നാമജപമൊക്കെ നടത്തിയിട്ട് ആ പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. ഭഗവാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേൽക്കാൻ പറ്റിയാൽ നമുക്ക് അത്രയും സുഖം. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഏറ്റവും ഫ്രഷായിരിക്കും. അത് ഈ രാത്രി ഈ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ഭഗവാന്റെ ആ ഒരു കാട്ടിലൂടെയുള്ള ആ ഒരു സഞ്ചാരം ഞാൻ ഓർത്തു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് വെറുതെ ഒന്ന് പങ്കുവയ്ക്കണം തോന്നി. എല്ലാവരും മനസ്സുകൊണ്ട് എന്താണ് സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ, സന്തോഷം നമ്മൾ വിചാരിച്ചാലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. അത് ഇപ്പോൾ ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ പ്രവൃത്തി ആണ് നമുക്ക് സന്തോഷം തരുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ഗുരുവായൂരിലൂടെ നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് നടന്നു നോക്കുക. ഗുരുവായൂരിലിപ്പോൾ ഭഗവാന് എല്ലാവരോടും യാത്ര പറയുന്നുണ്ടാവില്ലേ. എന്തൊരു ഭംഗിയായിട്ടുള്ള, നമുക്ക് ഏറ്റവും ഭാഗ്യമുള്ളൊരു സംഭവമല്ലേ ഭഗവാൻ ഗുരുവായൂരപ്പനെ ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും ചിന്തിച്ച് ചിന്തിച്ച് മനസ്സുകൊണ്ട് നിങ്ങളെല്ലാവരും ഗുരുവായൂരിൽ ഇപ്പോൾ നടയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തൃപ്പുക മനസ്സുകൊണ്ട് കാണാൻ സാധിക്കും. എന്തൊരു സുഖമാണല്ലേ. എല്ലാവരും ഉറങ്ങിക്കൊള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഹരേ കൃഷ്ണ.